നമസ്കാരം. ദുരന്തങ്ങൾ ഒന്നൊന്നായി വന്ന് ആഞ്ഞുകൊത്തിയിട്ടും തളരാതെ വിധിയുടെ ക്രൂരതകളെ അതിജീവിച്ച് ജീവിതത്തിന്റെ പുതിയൊരു തീരത്തേക്ക് അടിയുറച്ച ചുവടുകളോടെ ശ്രുതി പദമൂന്നുകയാണ്. വയനാട് ചൂരൽമലയിൽ പെയ്തിറങ്ങിയ പ്രളയവും ഉരുളും തട്ടിയെടുത്തത് ശ്രുതിയുടെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും ഒരേയൊരു സഹോദരിയെയുമായിരുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ നീറുന്ന വേദനയിൽ നിൽക്കുമ്പോഴായിരുന്നു ജീവന്റെ പകുതിയായിരുന്ന കാമുകൻ ജെൻസനെയും വാഹനാപകടത്തിന്റെ രൂപത്തിൽ കാലം കവർന്നത്. കണ്ണീരുകടൽ മാത്രം ബാക്കിയായ ആ ജീവിതത്തിലേക്ക് ഇനി പ്രകാശത്തിന്റെ പുതിയൊരു വെളിച്ചം കടന്നു വരികയാണ്. ശ്രുതി വിവാഹിതയാകുന്നു. ജീവിതത്തിലെ ഈ അപൂർവ സന്തോഷ വാർത്ത ശ്രുതി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രിയപ്പെട്ടവരെ അറിയിച്ചത്. നിമിഷങ്ങൾക്കകമാണ് ഈ വാർത്ത മലയാളക്കര ഒന്നാകെ ഏറ്റെടുത്തത്. അതിജീവനത്തിന്റെ പ്രതീകമായ ആ പെൺകുട്ടിക്ക് പുതിയ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ആശംസകൾ അറിയിക്കുന്നത്. ഉരുൾപൊട്ടലിന്റെ ആ കറുത്ത നാളുകളിൽ കുടുംബത്തിലെ 9ഓളം പ്രിയപ്പെട്ടവരെയാണ് ശ്രുതിക്ക് നഷ്ടമായത്. ആ ദുരന്ത ഭൂമിയിൽ നിന്നും ശ്രുതിക്ക് ശേഷിച്ച ഏക ആശ്വാസം കുഞ്ഞുനാൾ മുതലേ തനിക്ക് തണലായി നിന്ന പ്രിയപ്പെട്ട ജെൻസൺ മാത്രമായിരുന്നു. എന്നാൽ ആ ആശ്വാസത്തിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഇരുവരും ഒന്നിച്ചുള്ള യാത്രക്കിടയിലുണ്ടായ വാഹനാപകടത്തിൽ ജെൻസനും ശ്രുതിയെ തനിച്ചാക്കി മടങ്ങി. തുടർച്ചയായ ആഘാതങ്ങളിൽ പകച്ചുപോയ ശ്രുതിയെ കേരള സമൂഹം മുഴുവൻ തങ്ങളിലൊരുവളായി നെഞ്ചിലേറ്റുകയായിരുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ തനിച്ചു വീണുപോയ ആ പെൺകുട്ടിയെ സർക്കാർ ജോലി നൽകി കൈപിടിച്ചുയർത്താൻ ഭരണകൂടവും ഒപ്പം നിന്നു. വയനാടിന്റെ നൊമ്പരമായി മാറിയ ശ്രുതിയുടെ ഓരോ ചലനങ്ങളും മലയാളികൾ എന്നും വലിയ കരുതലോടെയായിരുന്നു കണ്ടിരുന്നത്. വേദനകളുടെ കൊടുമുടിയിൽ നിന്ന് സ്വയം വീണ്ടെടുത്ത് ജീവിതത്തെ തിരികെ പിടിക്കാൻ ശ്രുതി കാണിച്ച ആർജവും ധൈര്യവും ഏവർക്കും മാതൃകയായി മാറുകയായിരുന്നു. എന്തായാലും ശ്രുതി പങ്കുവച്ച ഈ ചിത്രങ്ങൾക്കും കുറിപ്പുകൾക്കും താഴെ നിറയുന്നത് കേവലം ആശംസകൾ മാത്രമല്ല, ഒരു നാടിന്റെ മുഴുവൻ സ്നേഹവും കരുതലുമാണ്. ഞങ്ങളുടെ സ്വന്തം മകൾ, ഇനി ഒരിക്കലും നിന്റെ കണ്ണുകൾ നിറയരുത്. ദൈവം നിനക്ക് വലിയ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ ഹൃദയം തൊടുന്ന കമന്റുകളാണ് മലയാളികൾ കുറിക്കുന്നത്. വീടും അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ ശ്രുതിക്ക് നഷ്ടപ്പെട്ടപ്പോഴും ജെൻസനായിരുന്നു ശ്രുതിക്ക് എല്ലാവിധ പിന്തുണയുമായി ഒപ്പം നിന്നത്. ഒടുവിൽ അവരൊന്നിച്ച് ഇത്തരത്തിൽ ഒരു യാത്രയ്ക്ക് പോകുമ്പോഴായിരുന്നു അവർ സഞ്ചരിച്ചിരുന്ന ട്രാവലർ വാഹനാപകടത്തിൽപ്പെടുകയും ഇതുപോലെ തന്നെ ജെൻസൺ മരിക്കുകയും ചെയ്തത്. അതിൽ തന്നെ ശ്രുതിയുടെ കാലിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. മാസങ്ങളോളം ശ്രുതി ആശുപത്രിയിലായിരുന്നു. എന്തായാലും ശ്രുതി പങ്കുവച്ച ഈ ചിത്രങ്ങൾക്കും കുറിപ്പുകൾക്കും താഴെ നിറയുന്നത് കേവലം ആശംസകൾ മാത്രമല്ല, ഒരു നാടിന്റെ മുഴുവൻ സ്നേഹവും കരുതലുമാണ്. ഞങ്ങളുടെ സ്വന്തം മകൾ, ഇനി ഒരിക്കലും നിന്റെ കണ്ണുകൾ നിറയരുത്. ദൈവം നിനക്ക് വലിയ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ ഹൃദയം തൊടുന്ന കമന്റുകളാണ് മലയാളികൾ കുറിക്കുന്നത്.